Good morning to all of you. Today we are going to discuss about construction of control chart. First one is steps involved in the construction of control chart. Following are the steps in the construction of control chart: selection of sample, calculation of statistic, parameter, quality scale, determination of control limits and plotting points. ഫസ്റ്റ് വൺ സെലക്ഷൻ ഓഫ് സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ സബ് ഗ്രൂപ്പുകളാക്കുന്നു. ആ സബ് ഗ്രൂപ്പുകളിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓരോ സാമ്പിളിൻ്റെയും മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സാമ്പിൾസിൻ്റെയും ആവറേജിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. ഒരു ക്വാളിറ്റി സ്കെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പർ കൺട്രോളും ലോവർ കൺട്രോളും അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ ആ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ കാണുക കൺട്രോൾ ചാർട്ടിനുള്ള ഒരു ഉദാഹരണമാണ്. അവിടെ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് CL സെൻട്രൽ ലൈൻ, ദെൻ LCL ലോവർ കൺട്രോൾ ലിമിറ്റ്, ദെൻ UCL അപ്പർ കൺട്രോൾ ലിമിറ്റ്. അത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമ്മളുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അവിടെ കാണുന്ന മോഡലിൽ കർവ് ലൈൻ മോഡലിൽ നമുക്കത് ഡ്രോ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുക, ആ ലിമിറ്റിനുള്ളിലാണ് ആ ലൈൻ വരുന്നതെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ കൺട്രോളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റാൻഡം വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ കോമൺ കോസസ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ലിമിറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്, നാച്ചുറലായിട്ട് വരുന്നതാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ ലൈൻസ് കൺട്രോൾ ലിമിറ്റ്സിൻ്റെ അപ്പുറം പോകുന്നുണ്ട് എങ്കിൽ അത് ഔട്ട് ഓഫ് കൺട്രോളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസൈനബിൾ കോസസ് ആണ് വരിക. അപ്പോൾ അസൈനബിൾ കോസസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടെത്തുവാനും അത് കറക്റ്റ് ചെയ്യുവാനുമുള്ള അവസരമുണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും. So the points above upper control limit and below lower control limit indicates that the process is out of control. Output quality variation within the upper control limit and lower control limit are treated as due to common causes or random factors, that is random variation. If the variation exceeds the control limits, it follows that assignable causes are present and the process is out of control. Immediate action for correction is necessary. Next one is types of control charts. Commonly used control charts are, first one control charts for variables, and the second one control charts for attributes. First one, control charts for variables. Control charts for variables are designed to achieve and maintain satisfactory quality level for a process whose product is amenable to quantitative measurements like the thickness of a screw, weight of the bolts, tensile strength of steel pipes, resistance of a wire, etc.
Control charts for variables are generally of three types: mean chart, range chart or R chart, and SD chart or sigma chart. പ്രധാനമായും രണ്ട് തരത്തിലുള്ള കൺട്രോൾ ചാർട്ടുകളാണുള്ളത്. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ്, ദെൻ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗ്രാഫിക്കലായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ക്രൂവിൻ്റെ തിക്നെസ്, ബോൾട്ട്സിൻ്റെ വെയ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടോ തുടങ്ങിയ രീതികളിൽ. അപ്പോൾ അത് പ്രത്യേക യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ടാണ് നമ്മളത് ക്വാളിറ്റി മെഷർ ചെയ്യുക. അങ്ങനെ ഉള്ള ഐറ്റംസിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ചാർട്ടുകളാണ് ഉപയോഗിക്കുക: മീൻ ചാർട്ട്, റേഞ്ച് ചാർട്ട്, സ്റ്റാൻഡേർഡ് ചാർട്ട്. അതിൽ മീൻ ചാർട്ടും റേഞ്ച് ചാർട്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുവാൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് മീൻ ചാർട്ട് ഓർ എക്സ് ബാർ ചാർട്ട്. എക്സ് ബാർ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ആ സാമ്പിൾസിൻ്റെ മീൻസിൻ്റെ ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻസ് റാൻഡം കോസ് കൊണ്ടാണോ അസൈനബിൾ കോസ് കൊണ്ടാണോ സംഭവിക്കുന്നത് എന്നുള്ളത്. 2 തരത്തിലുള്ള വേരിയേഷനാണ് നമുക്ക് വരിക: റാൻഡം വേരിയേഷനും അസൈനബിൾ വേരിയേഷനും. റാൻഡം വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്, ക്വാളിറ്റിയിലുണ്ടാകുന്ന സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ദെൻ അസൈനബിൾ കോസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ റീസൺ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് നമുക്ക് കണ്ടെത്താനും കറക്റ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. അതേ തുടർന്ന് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അസൈനബിൾ കോസസ് എന്ന് പറയുക. അപ്പോൾ ഈ ക്വാളിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻസ് റാൻഡം കോസ് കൊണ്ടാണോ അസൈനബിൾ കോസ് കൊണ്ടാണോ എന്ന് തിരിച്ചറിയുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക, നമുക്ക് സാമ്പിൾ മീൻസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സാമ്പിൾ മീൻസിൻ്റെ എല്ലാം കൂടെ ആവറേജ് കണ്ടെത്തുക. അതായിരിക്കും എക്സ് ബാർ എന്ന് പറയുക. ദെൻ അതിനുശേഷം അവിടെ ആ എക്സ് ബാർ ആണ് എന്തെന്ന് പറയുക, സെൻട്രൽ ലൈൻ എന്നും പറയുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മറ്റ് രണ്ട് കൺട്രോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം: അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും. അതിന് നമുക്ക് ABC എന്ന അർത്ഥത്തിൽ 3 ടൈപ്പിലുള്ള ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ മാത്രം നമ്മൾ പരിഗണിക്കുക, ഓർക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് A2 ആവറേജ് ഓഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് കാണുക, മീൻ പ്ലസ് A2 എന്ന് പറയുന്ന ഒരു ടേബിൾ വാല്യൂ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കും, അല്ലെങ്കിൽ SQCയുടെ ടേബിളിലുള്ള വാല്യൂസാണ്. ദെൻ നെക്സ്റ്റ് ആവറേജ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഉണ്ടാവും, അതിൻ്റെ ആവറേജ് എടുക്കുന്നതാണ് ആവറേജ് ഓഫ് റേഞ്ച് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് എക്സ് ബാർ മൈനസ് A2 ഇൻറ്റു ആവറേജ് ഓഫ് റേഞ്ച്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാമ്പിൾ മീൻസ് നമ്മളുടെ ചാർട്ടിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ലൈനിലൂടെയും അപ്പർ കൺട്രോൾ ലൈനിലൂടെയും അല്ലെങ്കിൽ ലോവർ കൺട്രോൾ ലിമിറ്റിലൂടെയും നമ്മൾ പ്ലോട്ട് ചെയ്തത് നമ്മൾ ലൈൻസായിട്ട് വരയ്ക്കുക. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ഔട്ട്സൈഡിലേക്ക് ആ ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ അവിടെ അസൈനബിൾ കോസസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തി കറക്റ്റ് ചെയ്യുക ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ആ ലിമിറ്റുകൾക്കുള്ളിലാണ് ആ ലൈൻസ് വരുന്നത് എങ്കിൽ അവിടെ റാൻഡം കോസസ് മാത്രമേ ഉള്ളൂ. അടുത്തത് ആർ ചാർട്ടാണ്. ആർ ചാർട്ട് പ്രധാനമായിട്ടും
സാമ്പിൾസിൻ്റെ റേഞ്ചിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് ആവറേജ് റേഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തി. ഇത് പലപ്പോഴും ആ പ്രോസസ്സിൻ്റെ വേരിയബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ആർ ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് ദി റേഞ്ച് ഓഫ് ദി സാമ്പിൾസ് അബൌട്ട് ദി ആവറേജ് റേഞ്ച്. അതിൻ്റെ സ്റ്റെപ്സ്: ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സാമ്പിളിൻ്റെയും റേഞ്ച് തന്നിട്ടില്ല എങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ റേഞ്ചുകളുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കും അവിടുത്തെ സെൻട്രൽ ലൈൻ എന്ന് പറയുക. ദെൻ അതിനുശേഷം അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഇക്വേഷൻസ് ഉപയോഗിക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു D4 ഇൻറ്റു ആവറേജ് റേഞ്ച്, ലോവർ കൺട്രോൾ ലിമിറ്റ് D3 ഇൻറ്റു ആവറേജ് റേഞ്ച്. D4 D3 എന്നതൊക്കെയുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടേബിളിൻ്റെ വാല്യൂസാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ലഭ്യമായിരിക്കും. അതിനുശേഷം അതിൻ്റെ റേഞ്ച് ആവറേജ് റേഞ്ച് നമ്മൾ ആ കൺട്രോൾ ലിമിറ്റ്സിൽ പ്ലോട്ട് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈൻ വരയ്ക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ 10 സാമ്പിൾസിൻ്റെ, അപ്പോൾ സാമ്പിൾ നമ്പർ 10 ആണ്, 10 സാമ്പിൾസിൻ്റെ മീൻ നൽകിയിട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീൻ ചാർട്ടും റേഞ്ച് ചാർട്ടും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് പ്രോസസ്സ് കൺട്രോൾ ആണോ എന്ന് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ n is equal to 5, A2 is equal to 0.58, D3 is equal to 0 and D4 is equal to 0.115. അത് യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ടേബിൾ വാല്യൂ ആണ്. അത് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. അവിടെ n എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിൾ സൈസ്, ഇവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് n ആയിട്ടാണ് പരിഗണിക്കുക. സാമ്പിൾ നമ്പർ എന്ന് പറയുന്നത് k ആയിട്ടാണ് പരിഗണിക്കുക. A2, D3, D4 എന്നിവയൊക്കെ നമ്മളുടെ കൺട്രോൾ ലിമിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നൽകിയിരിക്കുക. ആദ്യം മീൻ ചാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളുടെ തന്നിരിക്കുന്ന സാമ്പിൾ മീൻസിൻ്റെ എല്ലാം ആവറേജ് എടുക്കുക. എന്ന് പറയുമ്പോൾ x ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ x ബാർ ഡിവൈഡഡ് ബൈ k. അപ്പോൾ അവിടെ സാമ്പിളിൻ്റെ എല്ലാം മീൻ തന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ടോട്ടൽ എടുക്കുക, അതിനെ ആ നമ്പർ ഓഫ് സാമ്പിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 44.2 ആണ് കിട്ടുക. അപ്പം മീൻ ചാർട്ടിൽ ഈ 44.2 ഇതാണ് ഇവിടുത്തെ പാരാമീറ്ററായിട്ട് പരിഗണിക്കുക. എല്ലാ സാമ്പിൾ മീനിൻ്റെയും ആവറേജ് എടുക്കുക. 44.2 ആണ് സെൻട്രൽ ലൈനായിട്ട് വരിക. ഇനി അടുത്തത് ആവറേജ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാരണം മറ്റ് കൺട്രോൾ ലിമിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആവറേജ് റേഞ്ച് ഉൾപ്പെടുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആവറേജ് റേഞ്ച് എന്ന് പറയുക സിഗ്മ r ഡിവൈഡഡ് ബൈ k. അപ്പോൾ അവിടെയും ക്വസ്റ്റ്യനിൽ നമുക്ക് സാമ്പിളുകളുടെ റേഞ്ച് തന്നിട്ടുണ്ട്. ആ റേഞ്ചുകളുടെ ആവറേജ് എടുക്കുക. അപ്പോൾ ആ റേഞ്ചുകളെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ 58 കിട്ടും. അതിനെ 10 കൊണ്ട് സാമ്പിൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.8 കിട്ടും. അപ്പർ കൺട്രോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇക്വേഷൻ x ബാർ പ്ലസ് A2 ഇൻറ്റു ആവറേജ് റേഞ്ച് ഈസ് ഈക്വൽ ടു x ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 44.2 പ്ലസ് A2ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 0.58 ഇൻറ്റു ആവറേജ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 5.8. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 47.567.
ഇനി ലോവർ കൺട്രോൾ ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ബാർ മൈനസ് A2 ഇൻറ്റു ആവറേജ് റേഞ്ച് ഈസിക്കൽ ടു 44.2 മൈനസ് 0.58 ഇൻറ്റു 5.8 ഈസിക്കൽ ടു 40.836. സെൻട്രൽ ലിമിറ്റ് എന്ന് പറയുന്നത് സാമ്പിൾ മീൻസിൻ്റെ എല്ലാം ആവറേജ് ആണ്. അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 44.2. ഇനി അതിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ് ആക്സിസിൽ സാമ്പിൾ നമ്പർ കൊടുക്കുക 1 to 10. ദെൻ അതിനുശേഷം നമ്മളുടെ സാമ്പിൾ മീൻസ് ആണ് വൈ ആക്സിസിൽ കൊടുക്കേണ്ടത്. സാമ്പിൾ മീൻസ്, ആ സാമ്പിൾ മീൻസ് 43 മുതൽ ലാസ്റ്റ് 47 വരെയുണ്ട്. അത് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഓർഡറിൽ 39 മുതൽ 51 വരെ എന്നുള്ള ക്രമത്തിൽ നമ്മൾ 37, ഏറ്റവും ചെറിയ വാല്യൂ 39 അല്ല 37 ആണ്. അപ്പോൾ 37 മുതൽ 51 വരെ വരുന്ന രീതിയിൽ നമ്മൾ വൈ ആക്സിസിൽ സാമ്പിൾ മീനായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ അത് അതിനുശേഷം നമ്മളവിടെ സെൻട്രൽ ലൈൻ വരയ്ക്കുക. സെൻട്രൽ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് സാമ്പിൾ മീൻ 44.2 വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റ് 47.57 നമ്മളുടെ സാമ്പിൾ മീനായ വൈ ആക്സിസിൽ 47.57 വരുന്ന രീതിയിൽ വരയ്ക്കുക. ദെൻ ലോവർ കൺട്രോൾ ലിമിറ്റ് സാമ്പിൾ മീൻ വൈ ആക്സിസിൽ 41 വരുന്ന രീതിയിലും വരയ്ക്കുക. അങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം നമ്മളുടെ സാമ്പിൾ നമ്പറും സാമ്പിൾ മീനും തമ്മിൽ ആ ചാർട്ടിൽ നമ്മളത് നമ്മുടെ ഫിഗേഴ്സ് പ്ലോട്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പിൾ നമ്പർ 1 അത് എക്സ് ആക്സിസിൽ 1ന് നേരെ അതിൻ്റെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 43 ആണ്. 43 പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സാമ്പിളിൽ അതിൻ്റെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 49 ആണ്. അത് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഓരോ സാമ്പിൾ നമ്പറിലും അതിൻ്റെ സാമ്പിൾ മീൻ പ്ലോട്ട് ചെയ്യുക. അതേ തുടർന്ന് ആ പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന ഒരു ചാർട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോസസ്സ് കൺട്രോൾ ആണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചറിയാം, നമ്മളുടെ ആ ചാർട്ട് ലൈൻസ് അപ്പർ കൺട്രോൾ ലിമിറ്റിന് മേളിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ കൺട്രോൾ ലിമിറ്റിന് താഴേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്കറിയാം അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അസൈനബിൾ കോസസ് ഉണ്ട്, അവിടെ സ്പെഷ്യൽ കോസസ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക. ചിലപ്പോൾ ഇന്നെഫിഷ്യൻ്റ് ലേബേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാവാം. അപ്പോൾ അങ്ങനെ ആ അസൈനബിൾ ആയിട്ടുള്ള കോസസ് നമ്മൾ കണ്ടെത്തുക. അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ അത് മാറ്റുക. വീണ്ടും അതിൻ്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ ആ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോവുക, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിലേക്ക് എത്തുക. അപ്പോൾ ഈ ചാർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, കൺട്രോൾ ലിമിറ്റിന് അപ്പുറമാണ് അത് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അവിടെ അസൈനബിൾ കോസസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തുക, കറക്റ്റ് ചെയ്യുക. From this chart we see that the sample points corresponding to some samples lie outside the control limits, hence the process is out of control. This implies that some assignable causes of variation are operating which should be detected and corrected. അടുത്തതായി റേഞ്ച് ചാർട്ടാണ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ആവറേജ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആവറേജ് റേഞ്ച് ഈസ് ഈക്വൽ ടു 5.8. അതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക D4 ഇൻറ്റു ആവറേജ് റേഞ്ച്. D4 എന്ന് പറയുന്നത് നമുക്ക് നൽകിയിട്ടുണ്ട് 2.115 ഇൻറ്റു 5.8 ഈസ് ഈക്വൽ ടു 12.267.
ലോവർ കൺട്രോൾ ലിമിറ്റ് D3 ഇൻറ്റു ആവറേജ് റേഞ്ച് ഈസിക്കൽ ടു 0.0 ഇൻറ്റു 5.8 ഈസിക്കൽ ടു 0. എക്സ് ആക്സിസിൽ സാമ്പിൾ നമ്പേഴ്സ് കൊടുക്കുക, വൈ ആക്സിസിൽ അതിൻ്റെ റേഞ്ച് കൊടുക്കുക. അതിനുശേഷം ആ റേഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തി സെൻട്രൽ ലൈൻ ഡ്രോ ചെയ്യുക. 5.8 അപ്പർ കൺട്രോൾ ലിമിറ്റ് 12.27 സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ലോവർ കൺട്രോൾ ലിമിറ്റും വരയ്ക്കുക. ലോവർ കൺട്രോൾ ലിമിറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് അത് എക്സ് ആക്സിസിൽ തന്നെ നേരെയാണ് വരിക. അതിനുശേഷം ഓരോ സാമ്പിൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ച് പ്ലോട്ട് ചെയ്യുക. ആ പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സ് തമ്മിൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ അത് കൺട്രോൾ ലിമിറ്റ്സിനുള്ളിലാണ് ആ ലൈൻസ് വരിക എന്നുള്ളത് കൊണ്ട് എന്താണ് ഈ സാമ്പിൾ പോയിൻറ്റ്സ് വിത്തിൻ കൺട്രോളിലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളുടെ പ്രോസസ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളിലാണ് എന്ന് കൺക്ലൂഷൻ പറയാൻ സാധിക്കും. Since all the sample points fall within the control limits, R chart shows that process is under statistical control. ഇവിടെ മീൻ ചാർട്ടും ആർ ചാർട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മീൻ ചാർട്ട് ഔട്ട് ഓഫ് കൺട്രോളാണ്, റേഞ്ച് ചാർട്ട് വിത്തിൻ കൺട്രോളിലുമാണ്. അങ്ങനെയാകുമ്പോൾ മീൻ ചാർട്ട് ഔട്ട് ഓഫ് കൺട്രോളിലായതുകൊണ്ട് നമ്മളുടെ പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള കൺക്ലൂഷനിലാണ് എത്തിച്ചേരുക.